മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങൾ ഖലീഫയായി ചുമതലയേൽക്കുകയാണ്. എന്നിട്ടതാ ഉച്ച സമയമാകുമ്പോ തന്റെ വീട്ടിലേക്ക് കടന്നു വരികയാ. ക്ഷീണിതനായി തന്റെ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോ അതാ വീട്ടിൽ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോനുണ്ട്. ഉപ്പയോട് സലാം പറയുകയാണ്. എന്നിട്ട് ചോദിക്കുന്നു, മാതാ തുരീദു അന്തഫലയാ അമീറുൽ മുഅ്മിനീൻ, അല്ലയോ അമീറുൽ മുഅ്മിനീൻ. തന്റെ പ്രിയപ്പെട്ട ഉപ്പാനെ പൊന്നുമോൻ അഭിസംബോധന ചെയ്യുകയാണ്. അല്ലയോ അമീറുൽ മുഅ്മിനീൻ, മാതാ തുരീദു അന്തഫൽ, എന്ത് ചെയ്യാൻ പോകുന്നു? അങ്ങ് ഖലീഫയായല്ലോ, അങ്ങ് ഖലീഫയായിട്ട് അധികാരമേറ്റല്ലോ, മുസ്ലിമീങ്ങളുടെ മുഴുവനും അധികാരിയായിട്ട് അങ്ങ് ചുമതലയേറ്റല്ലോ. മാതാ തുരീദു അന്തഫൽ, എന്ത് ചെയ്യാൻ പോകുകയാണ്? തന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ ചേർത്ത് നിർത്തിയിട്ട് ഉപ്പ പറയുകയാണ്, ഉമർ തങ്ങൾ പറയുകയാണ്, മോനെ ഞാൻ വല്ലാത്ത ക്ഷീണിതനാണ്, വല്ലാത്ത ക്ഷീണിതനാണ്. ഒന്ന് കിടന്നുറങ്ങണമെന്ന് ആഗ്രഹമുണ്ട്, ക്ഷീണമൊന്ന് മാറുന്നത് വരെ ഒന്ന് കിടന്നുറങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. അതാ ഉപ്പയോട് മോൻ പറയുന്നു, അതാ കുറെ ആളുകൾ വന്നിട്ടുണ്ട് ഉപ്പാ, കുറെ ആളുകൾ അങ്ങേ അന്വേഷിച്ചു വന്നിട്ടുണ്ട്. ഖലീഫ അന്വേഷിച്ചിട്ട് വീടിന്റെ അടുക്കൽ കുറെ ആളുകൾ വന്നിട്ടുണ്ട്. അവരുടെ പ്രശ്നങ്ങൾ പറയാൻ, പ്രയാസങ്ങൾ പറയാൻ അങ്ങയുടെ അടുക്കൽ കിടന്നു വന്നിട്ടുണ്ട്. അവരെ ശ്രദ്ധിക്കാതെ അങ്ങ് ഉറങ്ങാൻ പോകുകയാണോ? അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാതെ, പ്രതിസന്ധികൾ കേൾക്കാതെ അങ്ങ് ഉറങ്ങാൻ പോകുകയാണോ? പൊന്നുമോനെ ചേർത്ത് നിർത്തിയിട്ട് ചെറുപുഞ്ചിരിയോടുകൂടി ഉപ്പ പറയുകയാണ്, ഒന്ന് കിടന്നുറങ്ങിയിട്ട് ളുഹർ കഴിഞ്ഞിട്ട് നമസ്കാരം കഴിഞ്ഞ് ളുഹർ കഴിഞ്ഞിട്ട് ഞാൻ അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാം. കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ഉറങ്ങിയിട്ട് ളുഹർ കഴിഞ്ഞ് അവരുടെ പ്രശ്നങ്ങളെല്ലാം കേൾക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്നുപ്പ പറയുമ്പോ അതാ പൊന്നുമോൻ ഉപ്പയോട് ചോദ്യം ചോദിക്കുകയാണ്, പൊന്നുപ്പാ അങ്ങേക്ക് എന്തുറപ്പാണുള്ളത്? അങ്ങേക്ക് എന്തുറപ്പാണുള്ളത്? ളുഹർ വരെ അങ്ങയുടെ ആയുസ് ഉണ്ടാവുമെന്ന് എന്തുറപ്പാണ് ഉപ്പാ ഉള്ളത്? ഇവരുടെ എങ്ങാനും പ്രശ്നങ്ങൾ കേൾക്കാതെ അങ്ങ് മരണപ്പെട്ട് കഴിഞ്ഞാൽ, ഈ വന്നു നിൽക്കുന്നവരുടെ പ്രശ്നങ്ങളൊന്നും കേൾക്കാതെ അങ്ങയുടെ അടുക്കലേക്ക് ഇസ്രായേൽ കിടന്നു വന്ന് അങ്ങയുടെ റൂഹെങ്ങാനും പിരിഞ്ഞു കഴിഞ്ഞ ഉത്തരവാദിത്വം നിർവഹിക്കപ്പെടാത്തൊരു ഖലീഫയായി നാളെ പടച്ചതമ്പുരാന്റെ കോടതിയിൽ നിൽക്കേണ്ടി വരില്ലേ? ഉത്തരവാദിത്വങ്ങളെ തിട്ടത് നിർവഹിക്കാത്ത, പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പാത്ത ഒരു അധികാരിയായി നാളെ പടച്ചതമ്പുരാന്റെ കോപത്തിനെതിരായിട്ട് പടച്ചവന്റെ പരലോകത്ത് നിൽക്കേണ്ടി വരില്ല ഉപ്പാ എന്ന് പൊന്നുമോ തന്റെ ഉപ്പയോട് ചോദിക്കുകയാണ്. ഖലീഫയായി ചുമതലയേറ്റിട്ട് കുറച്ച് സമയങ്ങളെയായുള്ളൂ. പൊന്നുമോൻ പ്രിയപ്പെട്ട ഉപ്പാനോട് ചോദിക്കുകയാണ്. ആ പൊന്നുമകനെ ചേർത്ത് നിർത്തിയിട്ട് അവിടെ നിന്ന് ഉമർ തങ്ങളുടെ കണ്ണിൽ നിന്ന് കവിൾത്തടങ്ങളിലൂടെ കണ്ണുനീരിങ്ങനെ ചാലിട്ടൊഴുകുകയാ. തന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ ചേർത്ത് നിർത്തിയിട്ട് പറയുന്നു, അൽഹംദുലില്ലാഹ് الذي أخرجني من صلبي من يعينني في ديني الحمد لله الحمد لله പടച്ചവനാകുന്ന സർവസ്തുതിയും الذي أخرجني من صلبي من يعينني في ديني പടച്ചവനെ നിന്റെ പരലോകത്തെനിക്ക് സഹായകമാകുന്ന, എന്റെ ദീനിൽ എന്നെ സഹായിക്കുന്ന ഒരു സാലിഹായ സന്താനത്തെ നീ നൽകിയല്ലോ അല്ലാഹ് എന്ന് പറഞ്ഞ് പടച്ചവന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അൽഹംദുലില്ലാ പറയുകയാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പൊന്നുമക്കളെ ദീനീ ബോധമുള്ളവരായി വളർത്തണേ, അള്ളാനെ പേടിയുള്ള മക്കളാക്കി വളർത്തണേ, പടച്ചതമ്പുരാനെ കുറിച്ചുള്ള ചിന്തകൾ ഇട്ട് കൊടുക്കണേ, അവരുടെ മനസ്സിൽ റബ്ബിനെ പരിചയപ്പെടുത്തി കൊടുക്കണേ. അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ ഒരു ഉപ്പയുടെ ഉത്തരവാദിത്തങ്ങൾ പറയുന്നുണ്ടല്ലോ. സൂറത്തുൽ ലുഖ്മാനിൽ, സൂറത്തുൽ ലുഖ്മാൻ എന്ന സുന്ദരമായ അധ്യായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരികയാണ്, സ്നേഹനിധിയായ പൊന്നുമകനെ ചാരത്ത് വിളിച്ചിട്ട് യാ ബുനയ്യ യാ ബുനയ്യ, പൊന്നുമകനെ പൊന്നുമകനെ എന്ന് അഭിസംബോധന ചെയ്ത് തന്റെ പൊന്നുമോനുക്ക് പടച്ചവനെ പറഞ്ഞു കൊടുക്കുന്ന ഒരു ഉപ്പയുടെ ചരിത്രം അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് പൊന്നുമക്കൾ നാളെ പടച്ചവന്റെ പരലോകത്ത് ഉപകാരപ്പെടണോ. അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയാ
നിന്റെ മക്കൾ ഈ ദുനിയാവിൽ നിനക്ക് അലങ്കാരമാണ്, നിനക്ക് ഏറ്റവും വലിയ ശക്തിയാണ്, നിനക്ക് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. നാളെ പടച്ചവന്റെ പരലോകത്തും അതുപോലെ ഉപകാരപ്പെടണോ? ഈ ദുനിയാവിൽ നിനക്ക് ഉപകാരപ്പെടുന്നത് പോലെ ഈ ദുനിയാവിലെ അനുഗ്രഹം നാളെ പടച്ചവന്റെ പരലോകത്തും ഉപകാരപ്പെടണോ? അല്ലിമൂ ഔലാദകും, നിങ്ങളുടെ മക്കളെ നിങ്ങളുടെ ദീൻ പഠിപ്പിക്കണേ. നിങ്ങളുടെ മക്കളെ നിനക്ക് പടച്ചതമ്പുരാൻ ഇഷ്ടപ്പെട്ട മക്കളാക്കി മാറ്റണമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കുകയാണ്. മക്കൾക്ക് നിങ്ങൾ അദബ് പറഞ്ഞു കൊടുക്കണം, മക്കൾക്ക് നന്മ ഉപദേശിച്ചു കൊടുക്കണമെന്ന് നബിയുനാ റസൂലുള്ളാഹ്